കൊച്ചി മാത്രം ഞങ്ങളിപ്പോൾ ഡിസംബറിലൊക്കെ ഒരു 925 മീൽസ് ഒക്കെ ഡെയിലി ഞങ്ങൾ കൊടുത്തു ഈ സീസൺ ടൈം വന്നപ്പം. ഞാൻ അന്ന് ആ ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തത് കൊണ്ട് അഫ്കോഴ്സ് എൻ്റെ ഫാമിലി എനിക്ക് ബാക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷേ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് ഭയങ്കര ഒരു പ്രഷറായി എന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിങ്, ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് സ്കെയിലപ്പ് ചെയ്തപ്പോഴാണ്. എല്ലാവരും പറയും ലിവ് ദ മൊമെന്റ്, പക്ഷെ അപ്പം നാളത്തെ കാര്യമോ? എന്തൊക്കെ പറഞ്ഞാലും കാര്യം സാമ്പത്തികമാണേ. എൻ്റെ പേര് അനുശ്രീ. ഞാൻ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഒരു ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പൊതുവെ നമുക്ക് എല്ലാവർക്കും മടിയാണ്. ഈ ഷോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, വാല്യൂസ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനും കൂടിയാണ്. ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റും അവരുടെ ഫിനാൻഷ്യൽ ജേർണി നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ അതൊരു ഐ ഓപ്പണറാണ് പലർക്കും. വെൽക്കം ടു കാര്യം സാമ്പത്തികമാണ് വിത്ത് അനുശ്രീ. സീ ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന പേരാണ് കാർത്യായനി. സോ ടുഡേ വി ഹാവ് വിത്ത് us ദ വുമൺ ബിഹൈൻഡ് കാർത്യായനി, ജജീന വിനു. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ജീന. ജീന, വെൽക്കം ടു ദ ഷോ. ഹായ് അനു, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ജീന, ഈ കാർത്യായനി എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത്? കാരണം നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പണ്ടത്തെ പഴമയുടെ ഒരു കണക്ട് ചെയ്യും നമ്മൾ, ബാക്ക് ടു റൂട്ട്സ്. ആ ഒരു പേരിൽ ആ ഒരു പഴയ രുചികളും അങ്ങനത്തെയൊക്കെ നമ്മൾ ഓർമ്മ വരും നമുക്കത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിന് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേര് കൊണ്ടുവന്നത്? കാർത്തിനി എന്നുള്ള പേര് കൊണ്ടുവന്നത് എൻ്റെ ഫാദർ ഇൻ ലോ ആയ ലേറ്റ് മിസ്റ്റർ PG വിജയൻ. ഡാഡി ആയിരുന്നു അത് 1983 ഈ കാർത്തിനി ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അവിടെ ഒരു ഫേമസ് ടെമ്പിൾ ഉണ്ടായിരുന്നു, ദേവി ടെമ്പിൾ ഉണ്ടായിരുന്നു കാർത്തിനി എന്നുള്ളത്. അത് ഡാഡി ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ. അപ്പൊ ഈ ടെമ്പിൾ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കണക്ഷൻ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ആ ചേർത്തല അവിടെ അറിയപ്പെടുന്ന ആ കാർത്തിനി ദേവി ടെമ്പിളിലായിരുന്നു. അപ്പൊ ഡാഡി അത് ഹോട്ടല് പണിത് കഴിഞ്ഞപ്പം ഡാഡി തന്നെ ആ നെയിം ഇട്ടതാന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ കാർത്തിനി എന്നുള്ള പേര് വന്നത്. അപ്പൊ ജീന പഠിച്ചതും വളർന്നതും ഒക്കെ എവിടെയാണ്? ഞാൻ ബേസിക്കലി ഫ്രം കാലിക്കറ്റ് ആണ്. എൻ്റെ അച്ഛൻ മെർച്ചന്റ് നേവിയിൽ, അച്ഛൻ എക്സ് നേവി ആയിരുന്നു. പിന്നെ അച്ഛൻ മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്തു, ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് സെറ്റിലായത്. അപ്പം എനിക്ക്, എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ 2 എൽഡർ ബ്രദേഴ്സ്, ഞങ്ങൾ കൊച്ചിയിൽ വന്ന് സെറ്റിലായത് അങ്ങനെയാണ്. ഓക്കെ, ജീന കൊച്ചിയിലാണ് പഠിച്ചതെന്നല്ലേ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ വീട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാരാണ്? അച്ഛൻ കുട്ടിയാണോ അതോ അമ്മ കുട്ടിയാണോ? എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ അച്ഛനായിരുന്നു. വലുതായി വന്നപ്പോൾ എനിക്ക് അമ്മ ഒരു ഭയങ്കര എന്താ പറയുക, നമ്മളെല്ലാ പെൺകുട്ടികളെയും പോലെ നമ്മളെ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴാണ് അമ്മ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം 2 പേരുടെയും പെറ്റാണ്. അതെ, എനിക്കും ആക്ച്വലി മോളായി കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനോടൊരു ഇൻക്ലിനേഷൻ കൂടുതലായിരുന്നു. പക്ഷെ ആഫ്റ്റർ മോളാണ് അമ്മയോട് ഭയങ്കര ഒരു റെസ്പെക്റ്റും കൂടുതൽ തോന്നി തുടങ്ങിയത്. അപ്പോ അമ്മയാണോ ശരിക്കും വീട്ടില് കൂടുതലും ഫിനാൻഷ്യൽ കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്തിരുന്നത്? അതെ, അത് കംപ്ലീറ്റ്ലി അമ്മയായിരുന്നു. അമ്മേന്റെ ആ ഒരു മണി, ആ അന്നത്തെ ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഞാൻ എപ്പോഴും അറിയാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ സ്പെൻഡ് ചെയ്യുമ്പം ഞാൻ അത് അമ്മ പണ്ട് സ്പെൻഡ് ചെയ്തത് ആലോചിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ വീട്ടില്. അത് ഞാൻ എടുക്കാറുണ്ട്, ആ ഒരു അമ്മേന്റെ ആ ക്വാളിറ്റി. അച്ഛൻ എങ്ങനെയായിരുന്നു? അച്ഛൻ അങ്ങനെ വലിയ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യുന്ന ആളൊന്നും അല്ല. അച്ഛന് ഭയങ്കര കുറച്ച് എന്താ പറയാ, കുറച്ച് ലാവിഷായിരുന്നു. അപ്പൊ എപ്പോഴും പൈസയൊക്കെ തരുന്നത് ആരാണ്? അമ്മയാണോ അച്ഛനാണോ? അത് അമ്മ. എന്നുവെച്ചാൽ അച്ഛൻ ഉണ്ടാവില്ല, അച്ഛൻ സെയിലിംഗ് ആയിരിക്കും മിക്കവാറും. അപ്പൊ 6 months സീലും പിന്നെ 6 months ഷോറിലും അങ്ങനെയാണ് അച്ഛൻ സാധാരണ. അതുകൊണ്ട് അമ്മയാണ് ഫുൾ ഞങ്ങള് 3 പേരെയും. എപ്പോഴും കറക്റ്റ് പൈസ തന്നെയാണോ തരിക സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്? ആണ്. അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര, അമ്മ 1 രൂപ, ഞാൻ താമസിച്ച ഫോർട്ട് കൊച്ചിനിലാണ്, സ്കൂള് ഐലൻഡിലാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിലിടക്ക് പോവുക. അപ്പം
അമ്മ കറക്റ്റ് 1 രൂപ തരും. 50 പൈസ അങ്ങോട്ട് പോകാനും 50 പൈസ ഇങ്ങോട്ട് വരാനും. ആ 50 പൈസ നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ നടന്നു വരേണ്ടി വരും. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്. പക്ഷെ അമ്മ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. എങ്ങനെയാണ് പൈസ ചെലവാക്കരുത്, ഇതിലേക്ക് ഞങ്ങളെന്താ ഓവർ പൈസ കൊടുത്ത എന്തോ അങ്ങനത്തെ ഒരു തിങ്കിങ് ആയിരുന്നു തോന്നുന്നു അമ്മയ്ക്ക്, എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാനത് ആലോചിക്കുമ്പം ഞാൻ എൻ്റെ പിള്ളേർ വന്നു കഴിഞ്ഞപ്പം ഞാൻ അവനോട് പറയും എന്താ സ്പെൻഡ് ചെയ്തെന്നുള്ളത് എനിക്ക് പറയണം എന്ന് പറയും പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതെനിക്ക് അമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു ഇത് തന്നെയാണ്. അപ്പൊ ചിലപ്പോ നടന്നു പോയിട്ട് ഈ പൈസ എടുത്തു വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എങ്ങനെ നോർമലി നടന്നു പോയിട്ടേ ഈ പൈസ മിച്ചം പിടിച്ചിട്ട് അങ്ങനെ ഒരു സേവിങ് അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്ത ആളായിരുന്നു. അപ്പൊ ശരിക്കും അടിച്ചു പൊളിക്കാൻ പൈസ കിട്ടിയിരുന്ന എവിടുന്ന? അത് അച്ഛൻ വരുമ്പം അച്ഛൻ ലാവിഷ്, അച്ഛനൊരു അപ്പം 100 റുപ്പീസ് തരും. പിന്നെ അതുപോലെ നമ്മള് വിഷു വന്നാൽ ഓണം വന്നാലൊക്കെ നമുക്ക് പൈസ പോക്കറ്റ് മണി ആയിട്ട് ഗ്രാൻഡ് പാരൻസ് ഒക്കെ തരും. അതിനൊക്കെ എൻ്റെ ഇഷ്ടമുള്ള പോലെ. ഞാൻ അങ്ങനെ സേവിങ് പരിപാടിയേ ഇല്ല. അന്ന് എന്താണ് എനിക്ക് സാൻഡൽസ് ആണെങ്കിൽ ചെരുപ്പാണെങ്കിൽ എനിക്ക് നല്ല സ്ലിപ്പേഴ്സ് മേടിക്കുക, നല്ല ഡ്രസ്സ് മേടിക്കുക, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ നല്ല ഫുഡ് മേടിച്ച് കഴിക്കുക. പണ്ട് തൊട്ടേ അപ്പൊ ഫുഡ് ഒരു വീക്ക്നെസ് ആണ്, വളരെ വീക്ക്നെസ്, പാഷൻ ആയിരുന്നു അന്നേ കുക്കിംഗ്? ഇല്ല, കുക്കിംഗ് അപ്പൊ ഒരു പാഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിലായിരുന്നു ഇഷ്ടം. എനിക്ക് അത് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഡിപ്ലോമ എടുത്തു. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റിലൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ കല്യാണം പ്രപ്പോസലൊക്കെ വന്ന് അങ്ങനെ ഞാൻ 19 ഇയേഴ്സിൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞത്. മാരേജ് കഴിഞ്ഞത് 19 ഇയേഴ്സിലാണ്. വീട്ടിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ച് അച്ഛനും അമ്മയൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നോ? ഐ മീൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് സംസാരിക്കായിരുന്നോ? മീൻസ് ഏർണിങ്സും ഇൻകം ഒക്കെ നിങ്ങൾക്ക് അറിയായിരുന്നോ? ഇൻകം അങ്ങനെ അറിയില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ശ്രദ്ധിക്കൂലായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു തരുമായിരുന്നു, ഇത്ര ചിലവായി, നിങ്ങൾ അത് അങ്ങനെ അമ്മ പറഞ്ഞു തരുമായിരുന്നു. അപ്പം ജീനയ്ക്ക് തോന്നിയിട്ടുണ്ടോ, അതായത് പാരൻസ് എപ്പോഴും കുട്ടികളോട് അത് ഓപ്പൺലി പറയുകയാണ് നല്ലത്, അങ്ങനത്തെ അവർക്കൊരു ഫിക്സഡ് എമൗണ്ടേ കൊടുക്കാൻ പാടുള്ളൂ, അതൊക്കെ ശരിയാണെന്നാണോ ജീനയ്ക്ക് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ മണിക്ക് ആ വാല്യൂ നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുത്ത്, എന്നുവെച്ചാൽ അത് നമ്മളിപ്പം എന്താ പറയുക, ഞാനിപ്പോൾ എൻ്റെ മോന് ഞാൻ പൈസ എന്നുവെച്ചാൽ ഞാനിപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അപ്പോൾ അവൻ എവറി വീക്കെൻഡ് ലൈക്ക് സാറ്റർഡേ സൺഡേ അവന് കോളേജിൽ പോകണ്ട. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹോട്ടലിൽ ഞാൻ ജോലിക്ക് കയറ്റാറുണ്ട്. അപ്പം അവൻ അന്ന് കയറി ഒരു ഇന്റേൺഷിപ്പ് പോലെ അവൻ കയറി കഴിഞ്ഞാൽ ഞാൻ അവന് പോക്കറ്റ് മണി ആയിട്ട് 1000 റുപ്പീസ് കൊടുക്കും ഡെയിലി. അല്ലാണ്ട് അവന് ഞാൻ മണി ഇപ്പം ഈ വലുതായ പിന്നെ അല്ലാണ്ട് അവനെ ആ മണി അങ്ങനെ ഞാൻ സ്പെൻഡ് ചെയ്യാൻ കൊടുക്കാറില്ല. കൊടുത്താൽ തന്നെ എനിക്ക് ഫുൾ അതിൻ്റെ അക്കൗണ്ട്സ് കിട്ടണം, എന്തൊക്കെ നീ അതിൽ ചിലവാക്കി. ചില സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഓവറല്ലേ എന്ന്. പക്ഷെ എന്നെക്കാളും ഓവറാണ് എൻ്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ജീന ഇപ്പൊ മോന്റെ കാര്യം പറഞ്ഞല്ലോ, ജീനയുടെ ലൈഫ് എങ്ങനെയാണ് ചേഞ്ച് ആയത് ആഫ്റ്റർ മാരേജ്? ഇപ്പൊ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിലും റെസ്പോൺസിബിലിറ്റിയിൽ എല്ലാത്തിലും ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടാവുമല്ലോ ആഫ്റ്റർ മാരേജ്. അപ്പൊ അതെങ്ങനെയായിരുന്നു? എത്ര വയസ്സിലാണ് കല്യാണം കഴിഞ്ഞ? ഞാൻ 19 ഇയേഴ്സിൽ കല്യാണം കഴിഞ്ഞതാണ്. അപ്പം ഞാൻ ടോട്ടലി വേറൊരു ഫാമിലിയിൽ വന്ന പോലെയായിരുന്നു. വെച്ചാൽ ഇവര് ഫുൾ ബിസിനസ് ഫാമിലി ആയിരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഫാദറിലോ അപ്പോൾ ആ സമയത്ത് 1980 അവർക്ക് ഹോട്ടൽ ഉണ്ടായിരുന്നു. ഈ ഹോട്ടൽ ബിസിനസ് ബാർ ഹോട്ടലായിരുന്നു അവർക്ക്. അപ്പം ഒരു ബിസിനസ് ഫാമിലിയിലേക്കാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത്. അപ്പം എൻ്റെ ഫാദറിലോ മൈ ബെസ്റ്റ് ഫ്രണ്ട്, മൈ മെൻറ്റർ. ഇപ്പോൾ ഡാഡിയാണ് എൻ്റെ പാഷൻ കുക്കിങ്ങിലാണെന്നുള്ളത് എന്നെ മനസ്സിലാക്കിയത്. എന്ന് വെച്ചാൽ ഡാഡി ഒരു എക്സലൻറ്റ് ഹോസ്റ്റായിരുന്നു. ഡാഡി അവിടെ എപ്പോൾ നോക്കിയാലും ഞങ്ങളെ ഫ്രണ്ട്സ് ആണെങ്കിലും ഗസ്റ്റ് ആണെങ്കിലും എപ്പോഴും ആരെങ്കിലും ലഞ്ചിനോ ഡിന്നറിനോ അവിടെ ഉണ്ടാവും. അപ്പോൾ ഡാഡി തന്നെ കയറി കുക്ക് ചെയ്ത് ഇവർക്ക് സെർവ് ചെയ്യും. ഭയങ്കര ഹോസ്റ്റായിരുന്നു ഡാഡി ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാനും ഡാഡീൻ്റെ കൂടെ നിന്ന് ഡാഡീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറുന്നതാണ്. പക്ഷെ പിന്നെ എനിക്കത് എന്താ പറയുക, കുക്കിംഗ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ അത് മനസ്സിലാക്കി എൻ്റെ പാഷൻ കുക്കിങ്ങിലാണെന്നുള്ളത്. അപ്പൊ ഫൈനലി എങ്ങനെയാണ് ഓക്കെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാം ആ ഒരു ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്, ആ ഒരു ഡിസിഷനിലേക്ക്? അത് എത്തിയെന്ന് വെച്ചാൽ നമ്മളിപ്പം എന്തെങ്കിലും ഷോപ്പിംഗ് പോവുക, സെയിലൊക്കെ വരുമ്പം ഞാൻ എപ്പോഴും എനിക്ക്
വിനുവിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചാൽ പൈസ തരും, ഡാഡീൻ്റെ അടുത്ത് ചോദിച്ചാൽ പൈസ തരും, പക്ഷേ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ചോദിച്ചാൽ പൈസ തരും. പക്ഷേ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് എൻ്റെ പ്രയോറിറ്റി എൻ്റെ ബോയ്സിലായിരുന്നു ഞാൻ ഫുള്ളി കൊടുത്തിരുന്നത്, എൻ്റെ ഫാമിലിയിലേക്ക്. പിന്നെ അവൻ 12th കഴിഞ്ഞു, എൻ്റെ രണ്ടാമത്തെ മോൻ 5th-ലായി. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാനൊന്നുമില്ല വീട്ടിൽ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഭയങ്കര ജോബ്ലെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഡെയിലി വിനുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ ചെയ്തോട്ടെ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ആ സമയത്താണ് നമ്മളൊരു വെൽവിഷറായ ഒരു ശ്യാം സാർ എന്ന് പറഞ്ഞിട്ടൊരു സാറ് വന്നിട്ട് പറഞ്ഞത്, ഇങ്ങനെ ഹാർലി ഡേവിഡ്സിൻ്റെ തൊട്ടിപ്പുറത്തൊരു സ്പേസ് വന്നിട്ടുണ്ട്, താല്പര്യമുണ്ടോ എടുക്കാമെന്ന് ചോദിച്ചു വിനുവിൻ്റെ അടുത്ത്. അപ്പോൾ വിനു എൻ്റെ അടുത്ത് ചോദിച്ചു, ആർ യു റെഡി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു യെസ്, ഞാൻ എന്തായാലും എടുക്കും, എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പം ഒരു 4 years ആവാനായി. ഈ മാർച്ച് 8 ആകുമ്പോൾ 4 years ആവും ഇപ്പം കാർത്തിയാനി കൊച്ചി എടുത്തിട്ട്. ഇപ്പൊ നമുക്ക് കാർത്തിയാനി എത്ര ബ്രാഞ്ചസ്? എനിക്കിപ്പം 3 ഔട്ട്ലെറ്റ് ഉണ്ട് എനിക്ക് മാത്രമായിട്ട്. ഒന്ന് കാർത്തിയാനി എറ്റ് കൊച്ചി, കാർത്തിയാനി എറ്റ് നെടുമ്പാശ്ശേരി ആൻഡ് കാർത്തിയാനി എറ്റ് ചേർത്തല. ഓക്കെ. അപ്പം ഈ എന്നുവെച്ചാൽ ഞാൻ അന്നേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു ഡിഷ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി ആ ഒരു ഹോംലി ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറയായിരുന്നു ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ തിരിതക്കറി. അതെ അതെ, തിരിതക്കറി അത് ഇപ്പോഴും ഞാൻ തന്നെയാണ് ഉണ്ടാക്കി 3 സ്ഥലത്തും കൊടുത്തത്. അപ്പൊ ആക്ച്വലി നമ്മള് ഈ തിരിതക്കറി ഉണ്ടാക്കുമ്പോ ഇപ്പം ആദ്യത്തെ സ്റ്റീല് പോലെ അല്ലല്ലോ, പിന്നീട് അങ്ങോട്ട് സ്റ്റീല് കൂടിക്കൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് മുന്നേ ജീനിയോട് സംസാരിച്ചപ്പോ ഓർമ്മയുണ്ട്, ഡെയിലി 30 മീൽസ് ഒക്കെ വരെ കൊടുത്താൽ മതി എന്ന് തുടങ്ങി ചിന്തിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അത് ടേക്ക് ഓഫ് ഇൻ എ ബെറ്റർ വേ. അപ്പൊ അത് ആ സമയത്ത് എങ്ങനെ മാനേജ് ചെയ്തു? അപ്പൊ കുറച്ച് അല്ലേ ക്വാണ്ടിറ്റി വേണ്ടു, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് കാർത്തിയാനി കൊച്ചി തുടങ്ങിയപ്പം ആ സമയത്ത് എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതെന്ന് പറഞ്ഞാല് 3 months നമുക്ക് നോക്കാം, ഇത് ലോസിലാണെങ്കിൽ നമുക്ക് അടച്ചു പൂട്ടാം. അപ്പോൾ 3 മാസത്തെ ടൈം എനിക്ക് തന്നു. ഞങ്ങൾ നിസാര ഒരു കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റേ അത് വന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങളൊരു 30 സീറ്ററിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 30 to 35 സീറ്ററിൽ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കസ്റ്റമേഴ്സ് ഞങ്ങളെ സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഒരു 30-35 സീറ്റിംഗ് തന്നെ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് വന്നു. കസ്റ്റമേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഭയങ്കര ഒരു വലിയ വെയിറ്റിംഗ് വന്നപ്പോൾ ഞങ്ങൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതൊരു 50-55 സീറ്ററാക്കി. അവിടുന്ന് ഞങ്ങൾക്ക് വെയിറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പം ഒരു 105 സീറ്റിങ്ങിലേക്ക് എത്തി ഞങ്ങൾ. ആവറേജ് നമ്മൾ എത്ര കസ്റ്റമേഴ്സ് സെർവ് ചെയ്യുന്നുണ്ടാവും, ലൈക്ക് ഇൻ ഓൾ ദ ഔട്ട്ലെറ്റ്സ് ടുഗെദർ ഓർ ടുഗെദർ എന്ന് വെച്ചാൽ ഞാനിപ്പം കൊച്ചി മാത്രം ഞങ്ങളിപ്പോൾ ഡിസംബറിലൊക്കെ ഒരു 925 മീൽസ് ഒക്കെ ഡെയിലി ഞങ്ങൾ കൊടുത്തു ഈ സീസൺ ടൈം വന്നപ്പം. അതുപോലെ അത്താണിയിലും അതെ ഒരു 200-300 മീൽസ് പോകാറുണ്ട്. ചേർത്തല ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ സ്പീക്കിംഗ്. സോ എപ്പോഴാണ് ലൈക്ക് ജീന പറഞ്ഞു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വന്നുള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ എമൗണ്ട് എങ്ങനെ ജീന റേസ് ചെയ്തു, എങ്ങനെയാണ് അത്? ഫസ്റ്റ് കാർത്തിയാനി കൊച്ചി തുടങ്ങി തന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് തുടങ്ങി തന്നത്. അത്താണി തുടങ്ങിയപ്പോൾ അപ്പോൾ എനിക്ക് വാശിയായിരുന്നു ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത്താണി തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഗോൾഡൊക്കെ പ്ലെഡ്ജ് ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ച പൈസ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ അത്താണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇത് എപ്പോഴാ ലൈക്ക് ബ്രേക്ക് ഈവൺ ആയത്? കൊച്ചി എനിക്കൊരു ആദ്യത്തെ ബ്രേക്ക് ഈവൺ ആയിട്ടാണോ നമ്മൾ രണ്ടാമത്തെ തുടങ്ങിയത്? അതെ കൊച്ചി ഒരു 2-3 monthsനുള്ളിൽ എനിക്ക് ബ്രേക്ക് ഈവൻ ആയി. പക്ഷേ നെടുമ്പാശ്ശേരി ഇപ്പം റീസെന്റ് ഇപ്പം ആയതേ ഉള്ളൂ. ഒരു 1.5 years പിടിച്ചു. അതെ, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരുന്നു നെടുമ്പാശ്ശേരിയിൽ. അതൊരു വീടെടുത്ത് കൺവേർട്ട് ചെയ്തതാണ്. അപ്പൊ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ഈ ഓപ്പറേഷണൽ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്തിരുന്നത്? ഫിനാൻസും ഒക്കെ തനിയാണോ മാനേജ് ചെയ്തിരുന്നത്, അതോ ആരെങ്കിലും ഹെൽപ്പ് എടുത്തിരുന്നോ? ഈ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ ആകെ ചിന്തിച്ച ഒരു കാര്യം ഇതായിരുന്നു, നല്ല ഫുഡ് കൊടുക്കുക, ടേസ്റ്റോടെ കൊടുക്കുക. എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു, വേറെ ഞാൻ അന്ന് ചിന്തിക്കുന്ന പോലും ഇല്ലായിരുന്നു. അപ്പം ബെസ്റ്റ് ഫുഡ്,
ഹോംലി ടച്ച് ആയിട്ടുള്ള ആ ഒരു എൻ്റെ കറി കൊടുക്കുക, ഞാൻ അവിടെ നിൽക്കുക, എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുക, എൻ്റെ ആ ഒരു കസ്റ്റമർ ഡിലൈറ്റ് കാണുക. പിന്നെ എന്താ പറയുക, എൻ്റെ ഒഡ്യൂസേ എനിക്ക് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മൈൻഡിൽ. പക്ഷേ അത്താണി ഞാൻ നെടുമ്പാശ്ശേരി എനിക്ക് സ്കെയിലപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രഷറായി എന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിങ്, ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് സ്കെയിലപ്പ് ചെയ്തപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഡബിൾ ദി വർക്കായി എന്നുവെച്ചാൽ 2 സ്ഥലത്തിലെയും ഫുഡ് എല്ലാം, ഐ മീൻ അക്കൗണ്ടിങ് എല്ലാം മാനേജ് ചെയ്യണം. അപ്പം എന്നെ ഫ്രീ ആക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദേഴ്സൊക്കെ കൂടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുകയെന്നുള്ളത് ഞങ്ങൾ കുറേ ഇരുന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു ബേസിക് അക്കൗണ്ടിങ് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ബേസിക് അക്കൗണ്ടിങ്ങും, പിന്നെ അതുപോലെ ഞങ്ങളൊരു ബേസിക് എക്സൽ പ്രോഗ്രാമാണ്. പിന്നെ എനിക്ക് രണ്ട് എൻ്റെ അക്കൗണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ എവറി വീക്ക് ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് വെക്കും. 3 സ്ഥലത്തുള്ള കമ്പയർ ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് എന്ന് വെച്ചാൽ എനിക്ക് 2 ഓഡിറ്റേഴ്സ് ഉണ്ട്, വെരി സ്ട്രോങ് ഓഡിറ്റേഴ്സ്. ഒന്ന് എൻ്റെതും ഒന്ന് എൻ്റെ ഹസ്ബൻഡും. എനിക്ക് യാതൊരു ഇൻഹിബിഷനും ഇല്ല ഇവരോട് എന്ത് ചോദിക്കാനും. ഞാൻ എന്ത് മണ്ടത്തരം ചോദിച്ചാലും ഇവരെനിക്കത് ആൻസർ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് പിന്നെ എനിക്കൊരു ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. പിന്നെ ട്രസ്റ്റഡ് എനിക്ക് അഡ്വൈസ് തരുന്ന, കുറച്ച് സപ്പോർട്ട് തരുന്ന കുറേ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. അവരോടൊക്കെ ചോദിച്ച് അങ്ങനെ സ്റ്റിൽ ഐ എം ലേണിങ്. എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല. ആരോട് ചോദിക്കാനും അതറിയാനും ഒന്നും ഒരു ഇൻഹിബിഷൻ ഇല്ലാത്ത ആളാണ് ഞാൻ. അക്കൗണ്ട്സിൽ ഇപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ലൈക്ക് ഹൗ മച്ച് ഇസ് ഗോയിങ്, ഹൗ മച്ച് ഇസ് കമ്മിങ് ഇൻ, അതെന്നെ അനലൈസ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ സ്റ്റാച്യുട്ടറി പേയ്മെൻറ്റ്സ് ഞാൻ ചെയ്യാറുണ്ട്. ദെൻ കംസ് അബൌട്ട് സ്റ്റാച്യുട്ടറി പേയ്മെൻറ്റ്സ്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ എൻ്റെ മാർക്കറ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ അക്കൗണ്ട്സിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എമർജൻസി ഫണ്ട്സ് അതുപോലെ എന്തെങ്കിലും കീപ്പ് ചെയ്യാറുണ്ടോ? കാരണം എപ്പോഴും വൾണറബിൾ ആണല്ലോ ബിസിനസ് കണ്ടീഷൻസ് ഒക്കെ. യെസ്, എമർജൻസി ഫണ്ട്സ് എനിക്കത് ഒരു സിറ്റുവേഷൻ വന്നിരുന്നു ലാസ്റ്റ് ഇയർ. അതുവരെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ എനിക്കൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഫണ്ട്സ് ഞാൻ ഒരു എവറി ഡേ ലൈക്ക് ഞാൻ മാറ്റാറുണ്ട്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാങ്കിൽ തന്നെ ഞാൻ മാറ്റാറുണ്ട്. ജീന, ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നോർമലി എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്? കാരണം ആൾക്കാർക്ക് എല്ലാവരും എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് എന്നുള്ളൊരു ഓപ്ഷൻസ് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പം എവിടെയാണ് നോർമലി ഇൻവെസ്റ്റ് ചെയ്യുക? ഞാനിങ്ങനെ ചിറ്റ് ഫണ്ട്സിലൊക്കെ ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ലോങ് ടേം ഗോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടാണോ അത് എടുത്ത് വെക്കുന്നത്? അത് എന്തെങ്കിലും ഒരു പേർപ്പസ് വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഇന്ന ഒരു കാര്യം വരുമ്പോഴാണ് അത് എടുക്കുള്ളൂ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു എനിക്കൊരു ഭയങ്കര എൻ്റെ ഒരു ഡ്രീമാണ് കാർത്തിയേനി സ്കെയിലപ്പ് ചെയ്യണം എന്നുള്ളത്. അതും കാർത്തിയേനി എനിക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റ് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കാർത്തിയേനിയിലേക്ക് അവർ ഫ്രാഞ്ചൈസി ഓപ്ഷൻ കൊടുക്കുമോ അങ്ങനെ. എനിക്ക് എപ്പോഴും അവിടെ വരുമ്പോൾ തോന്നിയിട്ടുള്ളത്, നിങ്ങൾ അവിടെ ഫുൾ കംപ്ലീറ്റ് അതിന്റെ അതോറിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാവും, നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും അവിടെ ഉണ്ടാവും. സോ ഇപ്പൊ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ഒരു ഓപ്ഷനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഫ്രാഞ്ചൈസി എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല, ഇപ്പം ഇല്ല. ആസ് ഓഫ് നൗ എനിക്കിപ്പോൾ താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ബ്രാൻഡ് ഞാൻ കൊണ്ടുവന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് അത് എനിക്ക് കൊടുക്കണമെന്നില്ല. ഞാൻ ഒരു 2-3 കൂടിയും ഔട്ട് ഓഫ് സ്റ്റേറ്റ് തുടങ്ങി കഴിഞ്ഞിട്ട് മേ ബി ഞാൻ ആലോചിക്കും. ഇപ്പം സീ ഫുഡ് നോർമലി അത്ര അവൈലബിൾ അല്ലാത്ത ഏരിയാസ് ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മള് ഇപ്പൊ കൊച്ചി, കോഴിക്കോടൊക്കെ പറയുമ്പം കൂടുതലും സീ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എക്സ്പാൻഡ് ചെയ്യണം അങ്ങനെ തോട്ട് ഉണ്ടോ? അത് വയബിൾ ആണോ അങ്ങനെ ചെയ്യാൻ? അത് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളതിൻ്റെ ലോജിസ്റ്റിക് നോക്കിയിട്ടൊക്കെ ഞങ്ങളത് ചെയ്യുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങൾ ഫിഷ് സ്വന്തം പോയിട്ടാണ് ഞങ്ങൾ സോഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെയ്യണമെന്നുണ്ട്. ഇഷ്ടംപോലെ നമുക്ക് കോൾസ് കോയമ്പത്തൂരിൽ നിന്ന്, ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അറിഞ്ഞുകൂടാ, ടച്ച് വുഡ് പറ്റിയാൽ
നമ്മള് ഇപ്പൊ ഫിഷിന്റെ നമ്മൾ നോർമലി പ്രൊക്യൂർമെന്റ് വരുമ്പോഴേ പ്രൈസ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് അല്ലേ ഫിഷിന്റെ പ്രൈസസ്, അപ്പൊ അത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? ഫിഷ് ഇപ്പം ഐ മീൻ ഇപ്പം ക്രിസ്മസ് വന്നു അല്ലെങ്കിൽ ന്യൂ ഇയർ വന്നു, ആ സമയത്തൊക്കെ ഫിഷിന്റെ റേറ്റ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ആ സമയത്ത് ഞങ്ങൾക്ക് ലോസ് ആയിരിക്കും, പക്ഷെ അത് നമ്മൾ അത് എന്ന് വെച്ചാൽ ആ ഒരു ഇതിലങ്ങ് പോവും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഓക്കെ, ഞാൻ ഇത്ര എമൗണ്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്യും, ഞാൻ അങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ. എന്നിട്ട് എനിക്ക് കുറേ ട്രാവൽ ചെയ്യണം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത്ര ഫണ്ട് ആക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിങ്കിങ് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് ട്രാവൽ ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമാണ്. അതിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യണമെന്നൊന്നല്ല, കിട്ടുമ്പോൾ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകണം എന്നുള്ള അതിനൊന്നും എനിക്ക് അത് ഒരു എന്താ പറയാ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ഞാൻ അപ്പം ഭയങ്കര പ്ലാൻ ചെയ്ത് ചെയ്യുന്ന അല്ലല്ല, ഞാൻ പ്ലാൻ ചെയ്യുന്ന ആളേ അല്ല. ഇത്ര നേരം നമ്മളപ്പോൾ ജീനയുടെ ലൈഫിനെ കുറിച്ച് സംസാരിച്ചു, ബിസിനസിനെ കുറിച്ച് സംസാരിച്ചു, കുറെ വാരിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ജീനയെ കുറച്ച് ഞാൻ പേടിപ്പിച്ചു അല്ലേ? അപ്പൊ ഇനി കുറച്ച് നമുക്ക് ഫണ്ണായിട്ട് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പം ഇതിന് ടൈം കിട്ടൂല ആലോചിക്കാനൊന്നും, ജസ്റ്റ് എന്താണോ സ്പോണ്ടേനിയസ് ആയിട്ട് മനസ്സിൽ വരുന്നത് അതങ്ങ് ഫ്ലോ ചെയ്തോട്ടെ. ഓക്കെ, സോ വാട്ട് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പർച്ചേസ് ജീന നടത്തിയത് ഫോർ യുവർ സെൽഫ്? സാൻഡിൽസ്. ഏത് ബ്രാൻഡാണ് അത് ഞാൻ പറയൂല. ഫസ്റ്റ് പേ ചെക്ക് കിട്ടിയത് അല്ലെങ്കിൽ ജീനയുടെ ബിസിനസ് ജീന ഫസ്റ്റ് എടുത്ത എമൗണ്ടോ അങ്ങനെ അതെന്ത് ചെയ്തു? ജീനയ്ക്ക് ഫസ്റ്റ് കിട്ടിയ പേ ചെക്ക്? ഞാൻ ഫസ്റ്റ് കിട്ടിയ പേ ചെക്ക് ഞാൻ എൻ്റെ അമ്മക്ക് കൊടുത്തു. അപ്പോൾ ആരാണ് വീട്ടില് ബെറ്റർ ആയിട്ട് ഫിനാൻസ് മാനേജ് ചെയ്യുക, ജീനയാണോ അതോ ഹസ്ബൻഡാണോ? ഞാൻ. ജീന. ബെസ്റ്റ് ഫിനാൻഷ്യൽ അഡ്വൈസ് ആരെങ്കിലും തന്നിട്ടുണ്ടോ? പിന്നെ എൻ്റെ ഒരു വെരി ക്ലോസ് ഫ്രണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് അഡ്വൈസ് പറയാൻ പറ്റുമോ? അഡ്വൈസ് എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്തായാലും വേണം എന്നുള്ളത്. അല്ല, എനിക്ക് 2-3 പേര് അത് ഞാൻ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയത് എൻ്റെ ബ്രദറിൻ്റെ കണ്ടിട്ടാണ്. എൻ്റെ സ്വന്തം ബ്രദറിൻ്റെ അവന്റെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഇൻസ്പിറേഷൻ. ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ ഓൺലി വൺ തിങ്, what it would be? പേഴ്സണലി ഇപ്പം ജീനയ്ക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വിൽ യു ഇൻവെസ്റ്റ് ഇൻ? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം? ലാൻഡ്. ക്യാഷ്, കാർഡ്, UPI, വിച്ച് യു യൂസ് ദ മോസ്റ്റ്? UPI. ഇന്ന് ലോട്ടറി അടിച്ചാൽ ആദ്യം എന്ത് വാങ്ങിക്കും? ഞാൻ വേൾഡ് ടൂർ പോകും. ഓക്കെ. മണി ക്യാൻ ക്രിയേറ്റ് ഫ്രിക്ഷൻ ഇൻ റിലേഷൻഷിപ്പ്. തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ. ഷോപ്പിംഗ് ബിൽസ് ഹൈഡ് ചെയ്യാറുണ്ടോ? പിന്നെ എത്ര പ്രാവശ്യം? സ്വൈപ്പ് ഇറ്റ് നൗ, തിങ്ക് ഇറ്റ് ലേറ്റർ. തിങ്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ ആണോ അതോ 10 times തിങ്ക് ബിഫോർ ബൈയിങ് ആണോ? തിങ്ക് അബൌട്ട് ലേറ്റർ. അപ്പൊ തോന്നിയ വാങ്ങിക്കും. ഓക്കെ. വിൽ യു ഡബിൾ യുവർ സാലറി ഓവർനൈറ്റ് ഓർ ഇറേസ് ഓൾ യുവർ ഡെറ്റ്സ്? ഡബിൾ ഓവർനൈറ്റ്. ഓക്കെ. ബിഗ്ഗസ്റ്റ് സ്പെൻഡർ ആരാണ് ഫ്രണ്ട്സ് സർക്കിളിൽ? പേര് പറയാൻ പറ്റൂ? ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ആരാ ബിഗ്ഗസ്റ്റ്? ഫാമിലി പറയോ? എന്റെ ഹസ്ബൻഡ് തന്നെ. ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഓക്കെ. പൈസ ചെലവാക്കാതിരിക്കാൻ വേണ്ടിട്ട് എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്ത്? ഇല്ല. ഓക്കെ. അപ്പൊ പൈസ എവിടെ പോയാലും ആദ്യം എടുത്ത് കൊടുക്കും? ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ പൈസ ആദ്യം എടുത്ത് കൊടുക്കും? അതെ, എനിക്ക് അതിനൊരു മടിയില്ലാത്ത ആളാണ്. ഓക്കെ. നമ്മുടെ റാപ്പിഡ് ഫയർ തീരണതിന് മുമ്പ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല, അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. നമുക്ക് ഈ ഐ കാന്റ് ലിവ് വിതൗട്ട് ദിസ് ലക്ഷറി ഐറ്റം, വാട്ട് ഇസ് ഇറ്റ്? എനിക്ക് നല്ല ചൂടാ, എനിക്ക് AC വേണം കിടക്കാൻ. പ്ലീസ് എന്നെ ട്രോളരുത്. AC. ഓക്കെ. അപ്പം നമ്മുടെ റാപ്പിഡ് ഫയർ തീർന്നു. പക്ഷേ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ജീനയോട് ചോദിക്കാനുണ്ട്. അപ്പം നമ്മുടെ ഈ ബഡിങ് ആയിട്ടുള്ള കുറേ വുമൺ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. അപ്പം അവർക്ക് ജീനയ്ക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ജീനയുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് എന്ന്. ഞാൻ അന്ന് ആ ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തത് കൊണ്ട് ഓഫ്കോഴ്സ് എൻ്റെ ഫാമിലി എനിക്ക് ബാക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്നു. ഒന്ന്
ഒരു സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാനത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആ ഒരു പാഷൻ, ഡിറ്റർമിനേഷൻ, എന്താ പറയുക, ഹാർഡ് വർക്ക് എല്ലാം കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും എത്തിയത്. സോ പിന്നെ എനിക്ക് ആരോടും എന്തും ചോദിക്കാനും ഒന്നും ഞാൻ ഷെയിംലെസ് ആയിരുന്നു. സോ ഞാൻ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും റിസ്ക് എടുക്കുക, യു ഹാവ് ടു ടേക്ക് റിസ്ക് എന്തെങ്കിലും നമ്മളെ ലൈഫിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ. സോ ഐ വോണ്ട് മോർ വുമൺ ഓൺടർപ്രണേഴ്സ് ടു കം ഔട്ട് ആൻഡ് ടേക്ക് റിസ്ക്. ജീന കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചോദ്യം കൂടെ. വുമൺ ഓൺടർപ്രണർ ആയതുകൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസഡ്വാൻറ്റേജ് ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ടച്ച് വുഡ്, എനിക്ക് 3 സ്ഥലത്തും, എൻ്റെ കാത്തേനി, കൊച്ചി ആണെങ്കിലും നെടുമ്പാശ്ശേരി ആണെങ്കിലും ചേർത്തലയാണെങ്കിലും എനിക്കൊരു ഭയങ്കര നല്ലൊരു ടീമുണ്ട്. ഐ ഹാവ് എ വെരി ഗുഡ് ടീം. പക്ഷേ ചില എൻ്റെക്കാട്ടും എൽഡർ ആയിട്ടുള്ള ചേട്ടന്മാർ വല്ലതും, അവർക്ക് കുറച്ചൊക്കെ എൻ്റെ ഐഡിയാസ് എടുക്കാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അവർക്കത് എൻ്റെ ഐഡിയാസ് എടുക്കാൻ ചില സമയത്ത് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും നോക്കാറില്ല. ഞാൻ മുഖത്ത് നോക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ മുഖത്ത് നോക്കി പറയും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. താങ്ക് യു ജീനെ. ആക്ച്വലി ഞാൻ അങ്ങോട്ടാണ് താങ്ക് ചെയ്യേണ്ടത്. ബിക്കോസ് പേഴ്സണലി ഞാൻ തന്നെ ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു നിങ്ങളുടെ ജേർണി കണ്ടിട്ട്. ഒരു 4 years ഡൗൺ ദ ലൈനാണ് നിങ്ങൾ കൊച്ചിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സീ ഫുഡ് ബ്രാൻഡായി മാറിയത്. സോ അതുപോലെ തന്നെ ഒത്തിരി വുമൻ ഓൺടർപ്രണേഴ്സിന് ഇറ്റ് വിൽ ബി ആൻ ഇൻസ്പയറിംഗ് സ്റ്റോറി ആൻഡ് ദേ വിൽ ബി ലുക്കിംഗ് അപ്പ് ടു യു. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദ ഷോ. ഐ എം സോ ഓണേർഡ് ടു ഹാവ് യു ഹിയർ ടുഡേ. താങ്ക് യു അനു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജീന വൺസ് അഗെയിൻ. സോ എനിക്ക് പേഴ്സണലി എൻ്റെ ടേക്ക് അവേ ഫ്രം ദിസ് പ്രോഗ്രാം ഇസ്, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ടു ബി സക്സസ്ഫുൾ യു ഡോണ്ട് നീഡ് ടു ബി പെർഫെക്റ്റ്, ജസ്റ്റ് സ്റ്റാർട്ട്. സോ ഇതുപോലുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഇനിയും കേൾക്കാൻ ട്യൂൺ ഇൻ ടു കാര്യം സമ്മതികമാണ് വിത്ത് അനുശ്രീദാസ്.